കോഴിക്കോട് നടന്ന ഇന്ത്യ കേരള മേളയുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പാട്ടുപാടി ഗായിക സിതാര കൃഷ്ണകുമാർ അടക്കമുള്ളവരുടെ ഹൃദയം കവർന്ന വൈറൽ താരത്തിന്റെ വിശേഷങ്ങളിലേക്കാണിനി. മലപ്പുറം അരീക്കോട് സ്വദേശിയും നിയമാധ്യാപകനുമായ ഹെഗിൻ ഹാൻ പാടിയ പാട്ടാണ് 3 മില്യൺ ആളുകളുടെ മനം കവർന്നത്. നാടക നടൻ കൂടിയായ ഹെഗിന് സിനിമയാണ് സ്വപ്നം. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. നമ്മളിപ്പോൾ കണ്ട ആ വൈറൽ താരം ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ഹെഗിൻ ഹാനാണ്. ഹെഗിൻ ഹാന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഹെഗിനെ യഥാർത്ഥത്തിൽ അത് എങ്ങനെയായിരുന്നു? നേരത്തെ ഇങ്ങനെ സിതാര വരുമെന്നും പാടൻ പറയുന്നു അറിയായിരുന്നു? ഇല്ല, ഗവൺമെൻറ്റിൻ്റെ പരിപാടിയായിരുന്നു. 4 വർഷത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് എൻ്റെ കേരളം പദ്ധതിയുടെ. അപ്പോൾ തലേദിവസം യുദ്ധം ഉണ്ടായിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും ഈ പ്രോഗ്രാമും ക്യാൻസൽഡായിരുന്നു. പിന്നെ പെട്ടെന്ന് പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ട് പ്രോഗ്രാമിന് പോയതാണ്. അപ്പോൾ സിതാര ചേച്ചി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാടുമ്പോൾ പിന്നെ ഓഡിയൻസ് കൈയടിക്കുന്നൊന്നുമില്ല, കുറച്ചൊരു വീക്കാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളെ കൂടുതൽ പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പാട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിങ്ങനെ ഞാനും ഇതിനെ ചാരി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ പാടുന്നു. പക്ഷേ ചേച്ചി കേട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞു, നസീബ, അവൾ പറഞ്ഞു ഇങ്ങനെ ഞാൻ പാടുന്നു. അപ്പോൾ ചേച്ചി കേട്ട് അടുത്ത് വന്ന്, അപ്പോൾ ഏതാ പാടുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങോട്ട് പാടിയതാണ്. ചേച്ചി 2 വരി മൂളി. അപ്പോൾ ഞാനിങ്ങനെ മൂളി. അപ്പോൾ ചേച്ചിക്ക് മൈക്ക് ഇങ്ങനെ അങ്ങോട്ട് നിർന്നു. അങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെയാണ് ഒരു വലിയ വൈറലാണത്. 3 മില്യൺ ആളുകൾ കണ്ടു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിച്ചു. ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ഫാമിലിയിലുള്ള ഡോട്ടർ ഇൻ ലോ മകന് ഒക്കെ സ്റ്റോറി ഷെയർ ചെയ്തു. സിതാര മാം കമൻ്റ് ഇട്ടു. ചേച്ചിയുടെ പിന്നെ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റ് ഇട്ടു. പിന്നെ ഒരു സംവിധായകൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഒക്കെ വലിയ സന്തോഷം തരുന്ന കാര്യം. ഈ സംഗീതം എവിടുന്ന പഠിച്ചൊക്കെ? അങ്ങനെ ഇല്ല, പഠിച്ചിട്ട് കർണാട്ടിക്കായിട്ടും അങ്ങനെ പഠിച്ചിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടുണ്ടായിരുന്നു 2 വർഷം. ഉപ്പയും ഉമ്മയും ഒക്കെ പാടും ചെറുതായിട്ട് ഇങ്ങനെ. അപ്പം അങ്ങനെ കിട്ടിയതാണ് പാട്ട്. ഈ ഹെഗിൻ പിന്നെ അഭിഭാഷകനാണ്, അധ്യാപകനാണ്. അതിനപ്പുറത്തേക്ക് ഈ പാട്ടിനപ്പുറത്തേക്ക് എന്തെങ്കിലും കലാപ്രവർത്തനം ഉണ്ടോ? ഉണ്ട്, അഭിനയിക്കാറുണ്ടായിരുന്നു. നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. പാട്ട് പാടാറുണ്ട്. ചെറിയ മിമിക്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ ശരിക്കും അഭിനയിക്കുമ്പോൾ നാടകത്തിലാണ് ആദ്യം പാടിയത്. ഒരു നാടകം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാടിയതാണ്. ഒരു മനോഹരമായൊരു പാട്ട്, ഏത് പാട്ടും പാടാട്ടോ. തിരി താഴും സന്ധ്യാസൂര്യൻ നിഴൽ മഞ്ഞിൽ നീങ്ങും പോലെ ഒരു പാവം പൂമുട്ടായി നീ ചേർന്നുറങ്ങി. കരയാതെൻ കണ്ണീർ മുത്തേ കണ്ണിറയെ കണ്ടോട്ടെ നിൻ കവിളത്തെ അമ്മച്ചിമിഴിൽ പാൽ മധുരം. നടനാവണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. പണ്ട് പോലെ ഞാൻ ഒരു സിനിമയിലൊക്കെ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവസാനം ഒരു പാട്ട് കൂടി നമുക്ക്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കോ വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അടിപൊളി. അപ്പോൾ ഹെഗിൻ ഹാനും ക്യാമറ പേഴ്സൺ രാഹുൽ ബക്കടയ്ക്കുമൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്.